ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചോറ്റാനിക്കര കുരിക്കാടിലാണ് നമ്മൾ നിൽക്കണേ. കുരിക്കാടിൻ്റെ അടുത്ത് കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കണേ കേട്ടോ. അപ്പം നമ്മൾ എന്തിനാ വന്നേക്കണേ ഇഷ്ടങ്ങളെ? ഒരാളുടെ വീട്ടിൽ കാണാൻ വന്നേക്കില്ലേ നമ്മൾ? ആരുടെ വീടാണെന്ന് പറയണേ ഇപ്പം? അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതുവരെ നമ്മൾ ഈ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വന്നേക്കണമെന്ന് പറയാനായിട്ട് ഇപ്പോൾ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സിനിമ നടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നേക്കണത്. അല്ലേ താച്ചിക്കുട്ടാ? അപ്പോൾ അവിടെയും കാണാനുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ആ സിനിമാ നടൻ്റെ ഒരു ചെറിയ പാടവും കൃഷിയൊക്കെ ഉണ്ട്. ആ കൃഷിയിൽ ഇപ്പോൾ നെൽകൃഷിയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ സിനിമാ നടൻ്റെ വീട് നമുക്ക് ആദ്യം ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്നെന്താ കൃഷ്ണമാണ്? ഈസ്റ്ററാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചീസ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ സിനിമകൾ സംവിധാനം ഒരു പുള്ളി കൈ തൊടാത്ത മേഖല തന്നെ ഇല്ലെന്ന് പറയാം. ആ സംവിധാനവും കഥ, തിരക്കഥ, സംഭാഷണം എല്ലാ സംഭവം ഉണ്ട്. അഭിനയം. അതെ, ശ്രീനിവാസൻ്റെ വീടാണ് ഇതാ കാണുന്ന വൈറ്റ് കളർ വീട്. നമ്മൾ അങ്ങോട്ടാട്ടോ പോകാൻ പോണേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോണേ. പിടിച്ചോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോണേ കേട്ടാ. പിടിച്ചോ, രണ്ടേ കൊണ്ട് പിടിച്ചോ. ഇവിടെ ഗേറ്റ് അടച്ചേക്കുവാ കേട്ടോ. ഇവിടെ സെക്യൂരിറ്റി ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. ഗേറ്റ് അടച്ചിട്ടേക്കുവാണ്. ഈ കാണുന്നതാണ് വീട്. പിടിച്ചോ. അവിടെ ഒരു കാറൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. കാറ് കിടക്കുന്നുണ്ട്. നമ്മുടെ വീട്. ക്യാമറ ഉണ്ടായിക്കോട്ടെ. ഈ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മൾ ആരുടെ വീട്ടിൽ വന്നേക്കണേ? ആരുടെ വീട്ടിൽ വന്നേക്കണേ? അപ്പൊ ഇവിടെ കണ്ടില്ലല്ലോ, നമ്മൾ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുമല്ലേ. ഇവിടെ ആരും ഇല്ല. പക്ഷെ കാറ് കിടക്കുന്നുണ്ട് അല്ലേ? കാറ് കണ്ടു. ഒരു ഇലക്ട്രിക് കാറ് കിടക്കുന്നുണ്ട്. ആദ്യം ഒരു ബൈക്ക് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ വിനീതിൻ്റെ ആയിരിക്കാം. വിനീതിൻ്റെ ആയിരിക്കൂട്ട് മിക്കണം. വിനീതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ പുള്ളിയുടെ ആയിരിക്കാം, ഡാൻ്റെ ആയിരിക്കാം. നമ്മുടെ അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ബുള്ളറ്റും പിന്നെ ഒരു ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അതിക്രമിച്ച് അങ്ങോട്ട് കയറുന്നില്ല. ഡാൻ ചേട്ടൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വിനീതേൻ്റെ ഒക്കെ വണ്ടി ആയിരിക്കാം മിക്കവാറും. നമ്മുടെ അയൽവാസിയാണെന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അവർക്കറിയില്ല നമ്മൾ അയൽവാസിയാണോ എന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് അതിക്രമിച്ച് കയറാനുള്ള രണ്ടുപേര് കട്ട പോസ്റ്റായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. തച്ചിക്കുട്ടാ, അപ്പോൾ നമുക്ക് പോയാലോ? ഇനി നമുക്ക് ഇവിടുത്തെ ഒരു കൃഷിയുണ്ട്. നമുക്ക് പാടവും കൃഷിയൊക്കെ ഉണ്ട് ശ്രീനിവാസൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇട്ടേക്കണേ. ഇവിടെ കണ്ടനാട് അടുത്തായിട്ട് നിൽക്കണേ. കണ്ടനാട് ശ്രീനിവാസൻ്റെ വീട്ടിലാണ് നിൽക്കണത്. ഈ കാണുന്ന പുറകെ കാണുന്നുണ്ട് ശ്രീനിവാസൻ്റെ വീട്. അടിപൊളിയാണ് സംഭവം. നല്ലൊരു അന്തരീക്ഷമുള്ള ഏരിയ ആയിട്ടത്. ഇതിൻ്റെ തൊട്ട് പുറകിലെന്ന് പറഞ്ഞാൽ പാടമാണ്. പാടവും പുള്ളിക്കാരൻ്റെ വക കൃഷിയുണ്ട്. നമ്മുടെ പാടം, പയറ്, പിന്നെ എന്താ പറയുക, നെൽകൃഷിയൊക്കെ ഉണ്ട്. പുള്ളി അങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആരുമില്ല. ബൈക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വിനീതൻ അവരുടെ ആരെങ്കിലുമൊക്കെ ബൈക്കായിരിക്കാം. കാര്യം നമ്മൾ അയൽവക്കക്കാരാണ്. പക്ഷേ പുള്ളിക്കറിയില്ല നമ്മൾ അയൽവക്കമാണെന്നോ നമ്മളെ പരിചയം പോലും ഇല്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ അയൽവക്കക്കാരനായിട്ട് പറയണേ. പക്ഷേ അയൽവക്കം എന്ന് വെച്ചാൽ തൊട്ടടുത്തൊന്നുമല്ല കേട്ടോ. കുറച്ചും ഇങ്ങോട്ട് മാറിയാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ചോറ്റാനിക്കര പഞ്ചായത്ത് കുരിക്കാടെന്ന് പറഞ്ഞത്. കുരിക്കാടിന് അടുത്ത് കണ്ടനാടെന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കണേ. നമ്മൾ കുറച്ച് നേരം ഇവിടെ പോസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കുക. ആരെങ്കിലും പുറത്തോട്ട് വരുമോയെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നിന്ന് നോക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആരുടെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരോ ഉണ്ട് അവിടെ. സംഭവം ഉണ്ട്, ആൾക്കാരുണ്ട്. രണ്ട് ആണുങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ സൗണ്ട് പോലെ തന്നെ തോന്നണേ. എന്തായാലും അവർ ഇവിടെ തന്നെയാണ് താമസിക്കണേ. ഗേറ്റ് പൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഗേറ്റ് പൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ പറഞ്ഞാൽ അവിടെ ആരോ ഉണ്ട്. ആരാന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ അവരങ്ങനെ ശല്യപ്പെടുത്തുള്ള ഇന്നൊരു ഈസ്റ്റർ ദിനമാണ്. ഇവിടെ ചേച്ചി ഇവിടെ കണ്ടിട്ട് അങ്ങോട്ട് പോയല്ലോ. ചേച്ചി വിനീതറിന് ആരെങ്കിലും ഉണ്ടോ ചേച്ചി? ഇവിടെ ആരുമില്ലല്ലേ? എന്തോ പരുവളല്ലേ? ഇവിടെ ഒന്നും ആരുമില്ലെന്ന് പറഞ്ഞു കേട്ടോ ചേച്ചി. അപ്പോൾ
നമുക്ക് തോട്ടത്തിലേക്ക് പോയി നോക്കാം. ഇത് ഈ കാണുന്ന കേട്ടോ നമ്മുടെ ശ്രീനിവാസന്റെ പാടമാണ് കാണുന്നത്. ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നുണ്ട്. നമുക്കപ്പോൾ ആ പാടത്തിൻ്റെ അറ്റത്തോട്ട് ആ പാടം വിളവെടുക്കുന്നിടത്തോട്ട് അതിൻ്റെ ആ വഴിയിട്ട് നമുക്ക് പോകാം കേട്ടോ. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ശ്രീനിവാസൻ്റെ പാടത്ത് നിൽക്കണം കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല വെയിലുണ്ട്. പിള്ളേരായിട്ടാണ് നിൽക്കണം, ഞാനും പിള്ളേരൊക്കെ ഇവിടെ നിൽക്കണം കേട്ടോ. നല്ല പാടം, നല്ല അടിച്ച് പൊളി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇങ്ങനെ പാടത്ത് കുറേ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ചീരയും കാര്യമൊക്കെ ഉണ്ട്, വാടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ കുറേ ഇതുണ്ട്, വെണ്ട കൃഷിയുണ്ട്. സൂര്യാന്തി കേട്ടോ മെയിനായിട്ട് നിൽക്കണത്. ഇല്ല, അത് പീച്ചിലത്തോടെ പൊട്ടുവെള്ളരി. ഇത് മൊത്തം പൊട്ടുവെള്ളരി ആയിട്ട് നിൽക്കണം. പൊട്ടുവെള്ളരിയും വെള്ളരിയൊക്കെയാണ് ഇവിടെ നിൽക്കണം. ഇറങ്ങി സൈഡിൽ കിടന്നു. ഈ സൈഡിൽ കൂടെ നടക്കടാ. പറിക്കരുത് കേട്ടോ, പൂ പറിക്കരുത്. അങ്ങനെ പൂ പറിക്കണ്ട. ഏത്? അതാണ് ഇത് ഉഴണ സാധനം. ഉഴണ സാധനമാണ് തെച്ചിക്കുട്ട. അത് നമ്മുടെ അവിടെ ഒരു കാവുണ്ട് കേട്ടോ. ഇതിൻ്റെ നടുക്ക് പാടത്തിൻ്റെ നടുക്കായിട്ടൊരു കാവുണ്ട്. ഇവിടെ മൊത്തം ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാണിച്ച ചെല്ലിയിട്ട് നോക്കി ഇറങ്ങണോട്ടോ കൃഷ്ണോളെ. അതായത് ആ കാണുന്നതാണ് ശ്രീനിവാസൻ്റെ വീടെന്ന് പറയുന്നത്. ആ ഭാഗത്താണ് കാണുന്നത് കേട്ടോ. ആ കാണണം. പിന്നെ നമ്മൾ കാണിച്ച സ്ഥലമാണ് ആ കാണണല്ലേ. നമ്മുടെ പുറകിൽ കാണാൻ മൊത്തം സൂര്യാന്തി പൂത്ത് നിൽക്കോട്ടെ. ഇങ്ങനെ സൂര്യാന്തി പൂത്ത് നിൽക്കണ പുറകിൽ കാണാം. ഇങ്ങനെ കാണാം. അറ്റത്ത് കാണാം. നമ്മുടെ ആ റോട്ടിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ആ ഇൻട്രോ എടുത്തത്. ഇവിടെ നമുക്കൊരു അമ്പലമുണ്ട്. അടിപൊളിയാട്ടോ, അടിപൊളി വ്യൂ ആണ് ഇവിടെ മൊത്തം. ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും. ഹായ്. അതിൻ്റെ കണ്ണിട്ട് കുത്താനല്ല പറഞ്ഞ. നിൽക്ക്. തിരിഞ്ഞ് സൂര്യാന്തി ഇങ്ങോട്ട് നോക്കി നിൽക്കണം. സൂര്യാന്തി അങ്ങോട്ട് നോക്കി നിൽക്കണേ. നോക്കിയാ ചൂട്ടാ സൂര്യനെ നോക്കിയല്ലേ നിൽക്കണേ അല്ലേ? അതാണ്. അതാ സൂര്യനെ നോക്കിക്കണ സൂര്യാന്തി. ആണോ? പറിക്കാനാ പൂ പറിക്കരുത് കേട്ടോ. രണ്ടെണ്ണം ഓടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്ന് ഓടുന്നുണ്ട്. നിങ്ങൾക്ക് പുറകെ അല്ല. കൃഷ്ണോളെ ഓടല്ലേ. ഇവിടെ നോക്ക്. മര്യാദക്ക് നോക്കാം.
കൈ പൂവിൽ പിടിച്ചോണ്ട് നിധി ഇങ്ങ് നോക്ക് തച്ചി ഇങ്ങോട്ട് നോക്ക്. വണ്ടി പോട്ടെ നിൽക്കട്ടെ ഞാൻ നീ ചാടണ്ട ഞാൻ ചാടാൻ പോണേ അന്ന് നിൽക്കട്ടെ ഞാൻ ആദ്യം ചാടിപ്പോ എന്നിട്ട് ഇതിൻ്റെ ചാടി വന്നാൽ കേട്ടോ ഞാൻ വരട്ടെ ചാടിക്കഴിഞ്ഞ ക്യാമറ ആരെ പോരും പോയാടന്ന് അതീ പിടിച്ചോണ്ട് പതുക്കെ ഇറങ്ങി വന്നാൽ മതി വാ ഇറങ്ങി വാ സമയങ്ങളല്ലേ വാ കയറിക്കോ കയറിപ്പോരെ കയറി വാടാ ഹായ് അവളെ അതിലിറങ്ങിപ്പോയി ദേടാ തച്ചിക്കിട്ടാ ദേടാ എന്ത് സാധനം നോക്കിയടാ തണ്ണിമത്തൻ ഇത് എവിടെയൊക്കെ തണ്ണിമത്തൻ ഉണ്ടായി കിടക്കണ്ട കേട്ടോ ഒരെണ്ണമല്ല കുറേ ഉണ്ട് ഇത് മൊത്തം തണ്ണിമത്തനാ വേടി നിറച്ചും തണ്ണിമത്തനാണ് ഇവിടെ ദേ പറഞ്ഞ താഴെ പൊട്ടിക്കിടക്കണം നമുക്കെടുത്തു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല എന്തോ ദേ കിടക്കണം പച്ച ഇതിന് മൊത്തം തണ്ണിമത്തനാട്ടോ മഞ്ഞ കളറുള്ളതും നമ്മുടെ പച്ച കളറുള്ള സാധാ ടൈപ്പുള്ള തണ്ണിമത്തനും ഉണ്ട് നമ്മുടെ മഞ്ഞ കളറുള്ള തണ്ണിമത്തനും ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ദേ ഇവിടെ കിടക്കണ്ട് വാ ഒരെണ്ണടുത്ത് കൈ പിടിച്ചോ നോക്കി കൃഷ്ണവിടെ മതി പൊക്കിയെടുത്ത് ഇതാ താഴെ ഇട്ടരുത് പൊട്ടിച്ചോളരുത് വെള്ളം അവിടെ വെച്ചു അവിടെ ഒന്നും പൊട്ടിക്കണം ഇത് ആകെ മഞ്ഞയാണ് ഇതിൻ്റെയൊക്കെ സീഡിന് ഭയങ്കര വിലയാണ് ഇതൊക്കെ നമുക്ക് കുറേശ്ശെയാണ് ഇതൊക്കെ ആളുകൾക്ക് ഭയങ്കര പ്രിയമുള്ള സാധനം വളരെ പ്രിയപ്പെട്ടതാണ് പക്ഷേ ഒന്നാമതെല്ലാം മേടിക്കുന്നതെല്ലാം നമ്മളെ കാശ് കൊടുത്ത് മേടിക്കുന്ന മൊത്തം മുളക്കില്ല ഇതൊക്കെ വിദേശത്തൊക്കെ ഇങ്ങനത്തെ ഉള്ളു മഞ്ഞാണ് പുറം മഞ്ഞ പിന്നെ കിരൺ നമ്മളവിടെ ഇരിക്കുന്ന കിരണുണ്ട് പഴയ നമ്മുടെ നാടൻ മറ്റേ പച്ചയും വലിയായിട്ടുള്ള നാല് വെറൈറ്റി ഇത് മുഴുവൻ തണ്ണിമത്തനാണ്. ഈ പാടവും ആ പാടവും തണ്ണിമത്തൻ അങ്ങ് അറ്റത്ത് വരെ അല്ല അത് കണിവെള്ളരിയാണ്. കണിവെള്ളരി മഞ്ഞ കണിവെള്ളരി ഉണ്ട്, അതിൻ്റെ കൂടെ ഷമാമുണ്ട്, പുറത്ത് ഷമാം ചെയ്ത് വിഷു വരെ ഉണ്ടാവോ? വിഷു കഴിഞ്ഞുണ്ടാവും, മഴ പെയ്തില്ലേ. വെള്ളം അവിടെ ഉണ്ടോന്ന് ചോദിക്കുന്നു. വാ ഒരു കുഞ്ഞു മത്തങ്ങ കിടക്കണ്ട. കുഞ്ഞു മത്തങ്ങ എവിടെയൊക്കെ കണ്ടോ കുഞ്ഞു മത്തങ്ങ.
നമ്മളിവിടെ നിന്ന് കുറച്ച് വിളവെടുത്ത സാധനങ്ങളാണത്. വെണ്ട, മത്ത, വള്ളിപ്പയർ, ചെല്ല അവിടെ വെച്ച് വെള്ളം ചൂടാണ്. പൊട്ടുവെള്ളരി അല്ലേ? വാ വെള്ളം മേടിച്ച് കുടിച്ചോ. ചേട്ടൻ പയറ് പറിക്കണം. ഇവിടെ ചേട്ടൻ നിന്ന് പയറ് പറിക്കണ്ട കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പൊ കൊടുക്കാൻ വേണ്ടിയല്ലേ? ഇത് എന്തേലും പയറാട്ടാ? വള്ളിപ്പയർ. പൊട്ടിക്കിടന്ന് വെച്ചു. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ നിറച്ച് ഇതാട്ടോ. ഇനി നമ്മൾ കാണാൻ പോണത് വെള്ളരിക്ക കേട്ടോ. വെള്ളരി വാ അവിടെ നിൽക്ക്. അവിടെ കാണിക്ക് വെള്ളരിക്ക. ഇവിടെ മൊത്തം വെള്ളരി കേട്ടോ. അവിടെ എന്ത് കേട്ടോ? ആ അവിടെ മൊത്തം അല്ലേ? മൊത്തം വെള്ളരി കേട്ടോ. ഇവിടെ മൊത്തം വെള്ളരിയാണ്. ഇവിടെ ഇത് മൊത്തം ഈ പടം മൊത്തം വെള്ളരിയാണ്. ഇനി ഇതിന്റെ അപ്പുറത്ത് ഷമാമുണ്ട്. ഷമാമാട്ടെ കാണാം. ഷമാം ഷമാമ അവിടെ ഉണ്ട്. അടുത്ത് വന്ന് കാണിച്ചു കൊടുക്കും. ഷമാം കണ്ടോ? കണ്ടോ? കാണാൻ വരുന്നുണ്ടോ? ഇവിടെ കിടന്ന് ഉറങ്ങുവാട്ടാ. മുട്ട പോലാണ്. കൃഷ്ണോളെ അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു കൃഷ്ണോളെ? കോവക്കയാ? അച്ചിങ്ങ. അച്ചിങ്ങ ഉണ്ട്. തണ്ണിമത്തങ്ങ 4 ടൈപ്പ് തണ്ണിമത്തങ്ങ ഉണ്ട്. ആ തണ്ണിമത്തങ്ങ ഉണ്ട്. ആ ഇത് സാധാ ടൈപ്പ്. ഇത് ലാസ്റ്റ് 3 കണ്ട്. ഇത് 4-മത്തെ. നമ്മുടെ സാധാരണ നമ്മൾ കാണുന്നത് 4-മത്തെയാണിത്. പിന്നെ ഷമാമ് കണ്ട്, അച്ചിങ്ങ കണ്ട്, വെള്ളരി കണ്ട്, പിന്നെ മറ്റേ പൊട്ടുവെള്ളരി കണ്ട്. പൊട്ടുവെള്ളരി അല്ലല്ല, പൊട്ടുവെള്ളരി അല്ല, മറ്റേ കുക്കുംബർ. കണ്ടില്ലേ? കാണിച്ചു തരാം കേട്ടോ. ആ കാണ അതാണ് ഇലക്ട്രിക് മറ്റേ കറണ്ടിന്റെ ഒക്കെ ലൈൻ പോണില്ലേ? അവിടുത്തെ പയറാന്ന് തോന്നണേ. അങ്ങ് അറ്റത്ത് റെയിൽവേ പാളം കേട്ടോ. അതിന്റെ പുറകിൽ കൂടെ
റെയിൽവേ പാളമുണ്ട്. ഇത് ആ കാണുന്ന ശ്രീനിവാസൻ്റെ വീടാണ് ആ കാണുന്നത് ശ്രീനിവാസൻ്റെ വീട്. ഇത് ആ കാണുന്ന മൊത്തം പീച്ചിങ്ങ അച്ചിങ്ങ ഒക്കെ കേട്ടോ അവിടെ കൃഷി. പിന്നെ വെണ്ടയ്ക്ക ഉണ്ട്. എവിടെ കാണണ്ട കൃഷ്ണമോളെ? എവിടെ 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 ഇങ്ങോട്ട് കഴിക്കേ. ആ ഇതിൻ്റെ ഉള്ളിൽ ചുമപ്പാണ് കേട്ടോ. അല്ല ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറാണേ. ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറും ഇതിൻ്റെ ഉള്ളിൽ ചുമപ്പ് കളറ്. പിന്നെ നമ്മുടെ പുറം മഞ്ഞ കേട്ടുള്ളതിൻ്റെ ഉള്ളിൽ ചുമപ്പ് കളറ് കേട്ടോ. പിന്നെ ഇത് സാധാ ഷമാമും ഇത് വെള്ളരി ഇഷ്ടംമാരെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളരി ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. ചുവന്ന് എന്നാൽ വെള്ളരി വന്ന് പൊക്കിക്കോ. അതേ കിടക്കണം വെള്ളരി. വേണ്ട നോക്കട്ടെ ഇങ്ങോട്ട് വന്നേ. ഇത് അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലം കാണിച്ചു തന്നല്ലോ അല്ലേ. ഒരു കാവുണ്ട് നമ്മുടെ ആയിരപ്പുറ സിനിമയിൽ കാണിക്കില്ലേ അതേപോലത്തെ ഒരു പാടവും ഒരു അമ്പലമൊക്കെയാണ്. അയ്യോ നിങ്ങൾ അതിലിറങ്ങി വാ. വാ ഇറങ്ങി വാ. ഇതിലേ പോകാൻ പറ്റില്ലെന്ന്. ഇതിലിറങ്ങി വാ. താഴത്തോട്ട് ഇറങ്ങിക്കോ. രണ്ടും കൂടി ഇറങ്ങിക്കോ. പോരെ ഇങ്ങോട്ട് വാ. തച്ചി കൈതാ ആ കൈ വേണ്ടേ. ഓക്കെ വീണ്ടും നമുക്ക് സൂര്യാന്തിന് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ പാടത്ത് വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ്റെ പാടം എന്നാണ് പറയണേ. ശ്രീനിവാസനല്ല കൃഷി ചെയ്യണേ. പക്ഷേ വേറെ കുറച്ച് പേര് ശ്രീനിവാസൻ പാട്ടത്തിനെടുത്തിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. അപ്പോൾ നമ്മൾ പാടം കണ്ടോ പുറകെ കാണുന്നൊക്കെ പാടം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സൂര്യാന്തി പാടം ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് പച്ചക്കറികളൊക്കെ മേടിക്കാം. വെണ്ടക്ക, അച്ചിങ്ങ എല്ലാം നല്ല നാടൻ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. പൊട്ടുവെള്ളരി ഉണ്ട്, കണിവെള്ളരി ഉണ്ട്, നമ്മുടെ ചെറിയ കുക്കുംബർ, തണ്ണിമത്തം തന്നെ ഒരു 3-4 ടൈപ്പ് ഉണ്ട്. അത്രയും സാധനമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ഇടയിൽ ഇത്തിരി ഷോർട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ പുറകെ ഒരു ടീം ഒരാൾ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഷെയറും ലൈക്കൊക്കെ മറക്കാണ്ട് ചെയ്യണേ. അപ്പോൾ നല്ല നല്ല കമൻസൊക്കെ ഇട്ട് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് ഉഷാറാക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.